എല്ലാവരും ചൂടായതുകൊണ്ട് തറയിൽ കിടക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ തറയിൽ ഡോറിന്റെ നേരെ അല്ലെങ്കിൽ ചെവറിനോട് ചേർന്ന് പായിട്ട് അല്ലെങ്കിൽ മെത്തയിട്ട് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം നമുക്ക് അൽജോയ് ആയിരുന്നാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ പത്തനാപുരത്ത് നമ്മുടെ പ്രിയപ്പെട്ട മകൾ പാമ്പടിയിട്ട് മരണത് ഉൾപ്പെടെ എല്ലാം ഈ തറയിൽ കിടന്ന സമയത്ത് ചോരോട് ചേർന്ന് കിടന്ന സമയത്ത് ഈ ശങ്കുരൻ പാമ്പ് രാത്രി മാത്രം സഞ്ചരിക്കുന്ന ഒരു പാമ്പാണ്. അപ്പം മറ്റു പാമ്പുകളൊക്കെ പകലും രാത്രിയൊക്കെ ഒരേപോലെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇവന് കയറി കഴിഞ്ഞാൽ ഇവന്റെ ഫുഡായ അതായത് ചുവർ പാമ്പ് എന്ന് പറയുന്ന പാമ്പ് നമ്മുടെ വീട്ടിനകത്താണ് ഇരിക്കുന്നത്. ചുവർ പാമ്പ് നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത് പല്ലിയെ പിടിക്കാൻ പല്ലിയൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കാരണം കിച്ചൺ കബോർഡുകളുടെ അടിയിൽ കബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ സാധനങ്ങൾ വാരി കൂട്ടിയിട്ട് ഞാൻ തുറന്നു പോലും നോക്കാറില്ല. ആണ്ടിലൊരിക്കലാണ് തുറക്കുന്നത്. ആ സമയത്ത് അവിടെ പാറ്റ വരാം, പാറ്റയെ പിടിക്കാൻ പല്ലിയെ പിടിക്കാനായിട്ട് വരുന്ന ചുവർപ്പാമ്പ് ഈ കബോർഡിനകത്ത് തന്നെ വേസ്റ്റുകൾക്കിടയിൽ ഇരിക്കാം. അപ്പോൾ ഈ നമ്മുടെ ഈ കബോർഡിന്റെ അടിയിൽ കൂടെ സിങ്കിന്റെ വെള്ളം വരുന്ന ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ പുറത്തുനിന്ന് വരുന്ന ശങ്കുരൻ പാമ്പിന് ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ ഈ അകത്തുനിന്ന് ചുരുട്ടെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാർ ആരെങ്കിലും വെളുപ്പാങ്കാലത്ത് രാത്രി ലൈറ്റ് ഇടാതെ അടുക്കളയിലേക്ക് പോയി വെള്ളം ഒഴുക്കാനായിട്ട് പോകുന്ന സമയത്ത് ചവിട്ടിക്കടി കേൾക്കാം. പിന്നെ കട്ടിലിന്റെ പല സ്ഥലത്തും വീട്ടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കട്ടിലിന്റെ അടിയിൽ പഴയ സാധനങ്ങൾ വരെ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ കട്ടിലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ വരെ അടുക്കി വെക്കുമ്പോൾ ഇവർ വന്ന് അവിടെ സ്റ്റേ ആയിരിക്കാനും അത് കഴിഞ്ഞ് കുറച്ച് ലൈറ്റ് കണക്കുമ്പോൾ അത് എഴഞ്ഞ് മേളിലേക്ക് നമ്മുടെ കട്ടിലേക്ക് കയറാനും ബെഡ്ഷീറ്റിനകത്ത് ഇരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ സാധനം ഗ്യാസ് കുറ്റി ഉൾപ്പെടെയുള്ള സാധനം നമ്മൾ പുറത്ത് വെച്ച് മറിച്ച് നോക്കി അതിന്റെ അടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വീട്ടിനകത്ത് കയറ്റാൻ പാടുള്ളൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ വീട്ടിന്റെ പുറത്ത് എത്രയൊക്കെ ഞാനിപ്പോൾ 2006 മുതൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഞാൻ ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് കാസർഗോഡ് മുതൽ പാറശാല വരെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ബെഡ്റൂമിന്റെ സൈഡിൽ ഒരു കാരണവശാലും നിങ്ങൾ വിറവൊന്നും പറക്കി അടുക്കി വെക്കരുത്. ജനലിന്റെ പൊക്കത്തിന് വിറവ് വെക്കരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പഴയ ഉപയോഗശൂന്യമായ സൈക്കിളോ ബൈക്കോ ഒന്നും കൊണ്ട് ജനലിന്റെ അവിടെ വെക്കരുതെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ആദ്യത്തെ പറയുന്ന സമയത്ത് കേൾക്കുന്നതല്ലാതെ പിന്നെ വീണ്ടും അവരത് ആവർത്തിക്കുന്നു.